നമസ്കാരം. CMRL ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. ഇനി അന്വേഷണം തുടരാം. അന്വേഷണം തുടരുന്നതിൽ യാതൊരു അപാകതയുമില്ല. അന്വേഷണം നിയമാനുസൃതമാണ് എന്നാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും നമുക്കൊരു പ്രതിഷേധം CPMൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു. കാരണം 26 CPM ഗുണ്ടകൾ ഇപ്പോഴും ജയിലിലാണ്. ജയിലിലായതിനു ശേഷമാണ് ഇവർക്ക് തങ്ങൾ ചെയ്ത കാര്യത്തെക്കുറിച്ചുള്ള ബോധമുണ്ടായത്. നേതാക്കളൊക്കെ രക്ഷിക്കും എന്നു കരുതിയാണ് ഇവരൊക്കെ നേതാക്കൾ പറഞ്ഞതനുസരിച്ച് വന്ന് ED ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചതും അവരുടെ വാഹനം തല്ലിത്തകർത്തതുമൊക്കെ. പക്ഷേ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. നൈസായി സ്കൂട്ടായി വീട്ടിലേക്ക് പോകാമെന്നുള്ള ധാരണയൊക്കെ മാറി നേരെ പോലീസ് ജീപ്പിൽ കയറി കോടതിയിലേക്കും ജയിലിലേക്കും ഒക്കെ പോകേണ്ട ഒരവസ്ഥയാണ് ഉണ്ടായത്. ഇന്ന് ഏകദേശം 10 ദിവസത്തോളമായിരിക്കുന്നു. എന്തായാലും ഇത്തരത്തിലൊരു വിധി വന്നതോടുകൂടി ഇനി CPMൻ്റെ നീക്കം എന്തായിരിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. അണികളൊക്കെ എങ്ങനെ ഇതിനെ ന്യായീകരിക്കും? സമൂഹ മാധ്യമത്തിലൊക്കെ ഈ മൂന്നാം കിട അന്തം കമ്മികൾ ഇത്തരത്തിലൊക്കെ ന്യായീകരണങ്ങളൊക്കെ നിരത്തുന്നുണ്ടല്ലോ. ഈ അന്തം കമ്മികളൊക്കെ ഇതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? സ്വാഭാവികമായും ഒരു പ്രതിഷേധ പ്രകടനമൊക്കെ വേണ്ടതല്ലേ? കാരണം നിങ്ങളുടെ അനുഷേധ്യ നേതാവായ പാണ്ഡ്യാലമുക്ക് സ്വദേശിയായ വിജയൻ്റെ മകൾ വീണയാണ് കള്ളപ്പണക്കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ആ കള്ളപ്പണക്കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാമെന്നാണ് ഹൈക്കോടതിയുടെ വിധി ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് നിങ്ങളുടെ നേതാവിൻ്റെ മകൾക്കും നേതാവിനുമൊക്കെ വലിയ രീതിയിലുള്ള ദോഷമുണ്ടാക്കും. അതുകൊണ്ട് ഈ അണികൾ ഇനി എന്തു ചെയ്യുമെന്നുള്ളതാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത്. എനിക്ക് ഈ അണികളോട് പറയാനുള്ളത്, പൊന്നു സഹോദരങ്ങളെ, നിങ്ങളൊക്കെ ഇറങ്ങി നടന്ന് ജോലി ചെയ്താൽ മാത്രമേ നിങ്ങളുടെ വീട്ടിൽ അടുപ്പ് പോയൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ 26 യുവാക്കൾ ഇപ്പോഴും ജയിലിലാണ്. അതിൽ ഒന്നാം പ്രതിയായ ദിനകർ, അയാൾ ഗുണ്ടയാണ്. ഏകദേശം 18ഓളം കേസുകളിലെ പ്രതിയാണ് ഈ ദിനകർ വട്ടിയൂർക്കാവ് സ്വദേശിയാണ്. ഈ വട്ടിയൂർക്കാവ് സ്വദേശി എന്ന് മാത്രമല്ല, അവിടെ VK പ്രശാന്തുമായി വളരെയധികം അടുത്ത ബന്ധമുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും VK പ്രശാന്ത് കഴിഞ്ഞ 10 വർഷങ്ങളായി വട്ടിയൂർക്കാവ് MLA ആണ്. എന്ന് മാത്രമല്ല, വട്ടിയൂർക്കാവ് പ്രദേശങ്ങളിലുള്ള മിക്ക ആൾക്കാരുമായിട്ടും അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള ബന്ധമുണ്ട്, പരിചയമുണ്ട്. പ്രത്യേകിച്ചും ഈ CPMൻ്റെ ഒരു പ്രവർത്തകരാകുമ്പോൾ അതറിയാതിരിക്കുമോ? അപ്പോൾ ഈ റെയ്ഡ് നടന്ന സ്ഥലത്ത് VK പ്രശാന്തും എത്തിയിട്ടുണ്ട്. VK പ്രശാന്ത് വിളിച്ചിട്ടാണ് ദിനകർ അവിടെ എത്തിയത് എന്നുള്ള ആരോപണമൊക്കെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉയരുന്നുണ്ട്. എന്തായാലും അന്വേഷണം നടക്കുകയും VK പ്രശാന്തിൻ്റെയൊക്കെ ഫോൺ പിടിച്ചെടുത്ത് അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് മനസ്സിലാകും എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന്. എന്തായാലും എനിക്ക് ഈ അണികളോട് പറയാനുള്ളത്, ഇന്ന് ഹൈക്കോടതിയുടെ ഈ ഒരു വിധി പിണറായി വിജയനെയും മകളെയും സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. അതിനെ പാർട്ടിയുടെ ഒരു വിഷയമാക്കി അതിനെ ചിത്രീകരിക്കാൻ അവർ ശ്രമിക്കും. പാർട്ടിയെ തകർക്കാനായി കേന്ദ്ര ഏജൻസിയെ വെച്ച് BJPയും കേന്ദ്ര സർക്കാരും ഒക്കെ നടത്തുന്ന നാടകമാണ് ഈ അന്വേഷണം എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളൊക്കെ പിണറായി വിജയൻ്റെയും ME ഗോവിന്ദൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടാകും. ദയവ് ചെയ്ത് നിങ്ങൾ അതിലൊന്നും വീഴരുത്. കാരണം 26 പേർ ഇപ്പോഴും ജയിലിലാണ്. അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുന്നു. നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്ത് പരിശോധിക്കാനാണ് ഇപ്പോൾ തീരുമാനം. ED ഈ കേസിൽ കക്ഷി ചേരാൻ ഒരുങ്ങുന്നു. നേതാക്കൾക്കെതിരെ കർശനമായ നടപടി വേണമെന്നാണ് ED ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ കോടതിയെ സമീപിച്ചാൽ അത്തരത്തിലൊരു അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾക്ക് അതൊരു വലിയ കുരുക്കായി തീരുകയും ചെയ്യും. ഇവരൊക്കെ അമാനുഷികരൊന്നുമല്ല. ഒരു ഡൂക്കിലി രാഷ്ട്രീയ പാർട്ടിയുടെ, അതായത് രാജ്യത്ത് എല്ലായിടത്തു നിന്നും തുടച്ചു നീക്കി കേരളത്തിലേക്ക് കൊണ്ടുവച്ചിരിക്കുന്ന ഒരു ഡൂക്കിലി പാർട്ടിയുടെ നേതാക്കൾ മാത്രമാണ് MV ഗോവിന്ദനും AA റഹീമും VK പ്രശാന്തും ജോയിയും കടകംപള്ളിയും അടക്കമുള്ള നേതാക്കളെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും നിങ്ങൾക്ക് വേണം. കേരളത്തിൽ മാത്രമല്ല, രാജ്യത്ത് ഒരു സംസ്ഥാനത്തും CPMനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഭരണമില്ല. അതായത് വെറും ഒരു ഡൂക്കിലി പാർട്ടിയായി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്നു. CPMന് ഇപ്പോൾ അധികാരമില്ലാത്തത് കൊണ്ട് തന്നെ അധികാരം ഉപയോഗിച്ച് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർക്ക് ആകെ ഇനി ചെയ്യാൻ കഴിയുന്നത് കയ്യൂക്ക് കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നേടുക എന്നുള്ളതാണ്. അവരുടെ ഒരു രീതി തന്നെ അതാണല്ലോ. കയ്യൂക്ക്, ഭീഷണി, തെറിവിളി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണല്ലോ അവരൊക്കെ കാര്യങ്ങളൊക്കെ നേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതി ഇവിടെയും അവലംബിക്കാമെന്ന് അവർ കരുതിയതാണ് അവർക്ക് പ്രശ്നമായത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. തദ്ദേശ സ്ഥാപനങ്ങളിൽ പോലും ഇപ്പോൾ പലയിടങ്ങളിലും CPMന് അധികാരമില്ല. ഇവിടെ 33 MLA-മാരാണ് ഘടകകക്ഷികൾ ഉൾപ്പെടെ ഇവിടെ ഇടതുപക്ഷത്തിനുള്ളത്. അങ്ങനെയുള്ള ഒരു ഡൂക്കിലി പാർട്ടിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഗോവിന്ദനെയും വിജയനെയും ഒക്കെ പിടിച്ച് അകത്താക്കി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അധിക നിയമപരിരക്ഷ പ്രതിപക്ഷ നേതാവിന് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് അണികളുടെ പോലും എതിർപ്പിനെ മറികടന്നുകൊണ്ട് നാണം കെട്ട് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് കടിച്ചു തൂങ്ങിക്കിടക്കുന്നത്. എന്തായാലും അണികളൊന്ന് മനസ്സിലാക്കണം, നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിങ്ങൾ വെറും ഉപകരണങ്ങൾ മാത്രമാണ്. നിങ്ങൾ ജയിലിലാകുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ
വന്നൊരു ആശ്വാസ വാക്ക് പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. ഇനി നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, ഈ ജയിലിൽ കിടക്കുന്നവർ എത്ര കൊല്ലം കേസ് പറയണം? ഇനിയിപ്പോൾ CPM-ന്റെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചെതിർക്കണമെന്നാണല്ലോ അന്ന് പിണറായി വിജയൻ റെയ്ഡ് നടന്നതിന് ശേഷം പറഞ്ഞത്. അണികളെ ഇളക്കിവിട്ട് ഇത്തരത്തിൽ തെരുവിലേക്ക് ഇറക്കാൻ CPM ഇനിയും ശ്രമിക്കും. പക്ഷേ അങ്ങനെ ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ആലോചിക്കണം. അധികാരം നഷ്ടപ്പെട്ടു നിൽക്കുകയാണ്. പിണറായി വിജയനും ഗോവിന്ദനും ഒന്നും നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അവരുടെ ആകെയുള്ള ബലം ഈ പറയുന്ന അണികൾ മാത്രമാണ്. ഇവിടെ പിണറായി വിജയന്റെ മകൾ ചെയ്യാത്ത സേവനത്തിന് പണം വാങ്ങിയെന്നും അത് മാസപ്പടിയാണെന്നും അഴിമതിയാണെന്നും നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിനെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങളൊക്കെ നടത്തുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. പിണറായി വിജയനെ ന്യായീകരിക്കുമ്പോൾ, പിണറായി വിജയനും ഗോവിന്ദനും ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി, പിണറായി വിജയന്റെ മകൾക്ക് വേണ്ടി തെരുവിലിറങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്? നഷ്ടം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നിങ്ങളുടെ വീട്ടുകാർക്കായിരിക്കും. ഈ പറയുന്ന ശിവൻകുട്ടിയും കടകംപള്ളിയും ഒന്നും നിങ്ങളുടെ വീട്ടിൽ വന്ന ആശ്വാസ വാക്ക് പറഞ്ഞിട്ട് അതൊന്ന് ഫേസ്ബുക്കിൽ എടുത്തിട്ടാൽ ഒന്നുമാകില്ല. നിങ്ങളുടെ വീട്ടിൽ അടുപ്പ് പുകയില്ല. വർഷങ്ങളോളം നിങ്ങൾ ഇത്തരത്തിൽ കേസ് പറയേണ്ടി വരും. എന്തായാലും ഇതൊരു പാഠമായിരിക്കട്ടെ. പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിക്കുകയും അവരുടെ വാഹനം തല്ലി തകർക്കുകയും ചെയ്തിട്ട് ജയിലിൽ കിടക്കുന്നവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാണ് ഞങ്ങൾ അത് ചെയ്തത്? എന്തിനാണ് ഞങ്ങൾ ജയിലിൽ കിടക്കുന്നത്? ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ എങ്ങനെ ജീവിക്കുന്നു? അവർ ആഹാരം കഴിച്ചിട്ടുണ്ടോ? അവിടെ കറണ്ട് ചാർജ് അടച്ചിട്ടുണ്ടോ? അവിടെ വീട്ടുവാടക കൊടുത്തിട്ടുണ്ടോ? കുട്ടികളുടെ അധ്യയന വർഷമാണ്, കുട്ടികൾക്ക് ബാഗും പുസ്തകങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങൾ ഒരു കാര്യം കൂടി ആലോചിച്ച് നോക്കൂ. ഈ ജയിലിൽ കിടക്കുന്ന ഈ പ്രവർത്തകർ, 26 പ്രവർത്തകരിൽ ചിലരുടെയെങ്കിലും കുട്ടികൾ ഈ അധ്യയന വർഷത്തിൽ സ്കൂളിലേക്ക് പോകേണ്ടിയിരുന്നവരല്ലേ? അവർക്ക് ഈ പാർട്ടി ഇത്തരത്തിൽ എന്തെങ്കിലും പഠനോപകരണങ്ങളോ മറ്റോ എത്തിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരെങ്ങനെ ഭക്ഷണം കഴിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇനി എന്തൊക്കെയായാലും ഇനി ബാഗോ നോട്ട് ബുക്കോ കൊടുത്താൽ പോലും ഒരു അച്ഛനോ സഹോദരനോ അവിടെ ഇല്ലാത്തൊരവസ്ഥയിൽ ആ കുഞ്ഞുങ്ങൾ എന്തുമാത്രം വിഷമിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെ കൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ എതിർക്കുന്നത്. ഇതൊരു പ്രസ്ഥാനമല്ല, പണ്ടിതൊരു പ്രസ്ഥാനമായിരുന്നു. ഇന്നിത് വിജയവിലാസം അധോലോകമാണ്. അവിടുത്തെ ആ ഒരു അധോലോകത്തിൻ്റെ നടത്തിപ്പുകാരനാണ് MV ഗോവിന്ദൻ. ഇനിയെങ്കിലും നിങ്ങളിത് മനസ്സിലാക്കണം. ഹൈക്കോടതിയുടെ ഈ വിധി പാർട്ടിക്കെതിരെയുള്ള ആയുധമാണ് എന്ന് പറഞ്ഞ് ഗോവിന്ദനും വിജയനും ഒക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കും. പക്ഷേ ഇതൊന്നും കണ്ട ഭാവം നടിക്കാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്.